ഇനി മൂന്നാമത്തെ കാര്യം, സ്കൂളിൽ പഠിക്കുമ്പം വളരെ ഡിസ്ട്രാക്റ്റഡ് ആയ ഹൈപ്പർ ആക്റ്റീവായ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു തോമസ് ആൽവ എഡിസൺ. ടീച്ചേഴ്സിനൊക്കെ അവനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൻ്റെ അമ്മ നാൻസിക്ക് തൻ്റെ ക്ലാസ് ടീച്ചർ കൊടുത്ത ഫീഡ്ബാക്കിലെ ചില വേർഡ്സും നമ്മളെ ഒന്ന് വേദനിപ്പിക്കുന്നതാണ്. ആ വേർഡ് ഇങ്ങനെയാണ്, ഒന്ന് ഡിഫിക്കൽട്ട്. സാധാരണ നമ്മളെ കുറിച്ച് അത് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അടുത്തൊരു വേർഡ് ഇതായിരുന്നു, കൺഫ്യൂസ്ഡ് മൈൻഡ് ഉള്ള ആളെന്നായിരുന്നു. കൺഫ്യൂസ്ഡ് മൈൻഡ് ആൻഡ് ഡിഫിക്കൽട്ട്. പക്ഷേ അമ്മയാകുന്ന നാൻസി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, മകനെ മനസ്സിലാക്കിയിരുന്നു എന്നാണ് തോമസ് ആൽവ എഡിസൺ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് മൈൻഡും ഡിഫിക്കൽട്ടുമായ തോമസ് ആൽവ എഡിസനെ അമ്മ തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അമ്മ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളായിരുന്നു. സെൽഫ് ലേണിംഗ് എന്നൊരു കൺസെപ്റ്റ് അങ്ങനെ തോമസ് ആൽവ എഡിസൺ ആർജിച്ചെടുത്തു. എന്നെ കേൾക്കുന്നവരെ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ മില്ലേനിയൽ ജനറേഷൻ അല്ലെങ്കിൽ